السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും സകലത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരവും തന്നെയല്ല ഇരു വീട്ടിലും വിജയം കൈവരിക്കുന്നതും ആകുന്നു. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ള പ്രവണത മാറ്റി നിർത്തി ഹുജിബത്തിന്നാറു ബിശ്ശഹവാതി വഹുജിബത്തുൽ ജന്നത്തു ബിൽ മക്കാരിഹി എന്ന ശരീരം ആഗ്രഹിക്കുന്നത് കൊണ്ട് നരകം മറക്കപ്പെടുകയും ശരീരം വെറുക്കുന്നത് കൊണ്ട് സ്വർഗം മറക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഏതു സമയത്തും നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് മാത്രം പ്രവർത്തിച്ച് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പരാജയത്തിന്റെ പടുകുഴിയിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കുമ്പോൾ ശരീരം ആഗ്രഹിക്കുക എന്നില്ല. പക്ഷേ അതിനെ ശരീരത്തിന്റെ ഇച്ഛക്ക് വഴങ്ങാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്, റബ്ബുൽ ഇസ്സത്തിന്റെ പ്രീതിക്ക് വേണ്ടി ഈ ദുന്യാവിൽ ഞാൻ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന ദൃഢനിശ്ചയത്തോടു കൂടെ നമ്മൾ ഓരോ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നാം വിജയിക്കുക തന്നെ ചെയ്യും. അതിൽപ്പെട്ട ഒരൊറ്റ ഇബാദത്താണ് ഞാൻ പറയാൻ പോകുന്നത്. ചില ആളുകളൊക്കെ കേൾക്കും, ചില ആളുകളൊക്കെ കേട്ട് ഒരു കാതിലൂടെ പുറത്തു വിടും. മിക്കവാറും ആളുകൾ ചില വയലുകളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ചില ആളുകൾ അതിലെ രാഗം, താളം, പല്ലവി അനുസരിച്ച് ആസ്വദിച്ചുകൊണ്ട് അതിനെ കേൾക്കാൻ വേണ്ടി കേൾക്കും. ചില ആളുകൾ തർക്കങ്ങൾ, അതുകൊണ്ട് ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഉപയോഗപ്പെടുത്തും. ചില ആളുകൾ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി വീക്ഷിക്കുന്നവരും നോക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ എളുപ്പമായതുമാകണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമായതും നമ്മെ സംബന്ധിച്ചിടത്തോളം മുഅക്കദായ സുന്നത്തുമായ ഒരു ഇബാദത്തിനെ സംബന്ധിച്ചാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി കിടന്ന് ഒന്ന് ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റിട്ട് ആകാശത്തിലേക്ക് കൈ ഉയർത്തി അതുപോലെ തന്നെ നോക്കിയിട്ട് അല്ലാഹു റസൂൽ പറയും, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. അല്ലാഹുവേ, ആകാശഭൂമി നീ വെറുതെ സൃഷ്ടിച്ചതല്ല, രാത്രിയുടെയും പകലും മാറി മാറി വരുന്ന പ്രതിഭാസത്തിലും എല്ലാം അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെ പറഞ്ഞു പോയിട്ട് എന്ത് പറയണം? നരകത്തെ തൊട്ട്, അള്ളാഹുവേ, നിന്റെ നരകത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അങ്ങനെ അള്ളാഹു റസൂല് ഇത് ഓതിക്കഴിഞ്ഞതിന് ശേഷം ഒതുവെടുക്കാൻ പോകും. ഇന്ന് നമ്മള് ഒതുവെടുക്കുന്നത് പോലെയുള്ള പൈപ്പോ ഹൗലോ അതല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ അല്ല, വെറും തോൽപാത്രങ്ങൾ, അതിൽ വെള്ളം ശേഖരിച്ചു കൊണ്ടുപോയി വെക്കുന്നു. അതിൽ നിന്നാണ് ഒതുവെടുക്കുക. ഇന്നത്തെ പോലെ ഓടിട്ട വീടോ ടെറസിന്റെ വീടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആധുനിക യുഗത്തിൽ സജ്ജീകരിക്കപ്പെട്ട വീടുകളോ അല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വെറും ഈത്തപ്പന മടലുകൾ കൊണ്ട് മേലെ വെച്ച് അതിന്റെ മേലെ മണലോ പൂയൊക്കെ വെച്ച് ഭദ്രമായി സൂക്ഷിച്ച ചെറിയ വീടുകളാണ്. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു. ആ തോൽപാത്രത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഒളു എടുത്തിട്ട് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തി നിസ്കരിക്കാൻ തുടങ്ങി. ഇതാണ് തഹജ്ജുദ് എന്ന് പറഞ്ഞ നമസ്കാരം. രാത്രിയുടെ 2/3 ഭാഗം കഴിഞ്ഞു കിടന്നാൽ സുഹൃത്തുക്കളെ, എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായും റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കാര്യം നിറവേറ്റി തരിക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂല് എഴുന്നേറ്റ് ഒളു ചെയ്ത് നിസ്കരിക്കാൻ ഒരുങ്ങിക്കൊണ്ട്
അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീർ കിട്ടിയിട്ട് അഥവാ തക്ബീർ ചൊല്ലി അള്ളാഹു റസൂല് പറയുന്നു, اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. സുഹൃത്തുക്കളെ, ഞാനിത് കൊടുക്കുക, ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അള്ളാഹു റസൂല് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇത് പറയും. നമ്മോട് പ്രത്യേകമായ മലക്കിന്റെ പേരെടുത്തിട്ട് ആകാശഭൂമിയുടെ സംവിധായകനായ റബ്ബ്, ഇതൊക്കെ പറഞ്ഞ അള്ളാഹു റസൂൽ എല്ലാ കാര്യങ്ങളും സമർത്ഥിക്കുക. അതിൻ്റെയൊക്കെ വ്യാഖ്യാനം ഞാൻ അർത്ഥത്തോടു കൂടെ പറയുമ്പോൾ നമ്മുടെ വീഡിയോ നീണ്ടുപോകും. ഫാത്തിറ സമാവാതി വല്ലറും ആലിമൽ ഗൈബി വശഹാദ, അദൃശ്യമായ കാര്യങ്ങളെ എല്ലാം അറിയുന്നവൻ, ആലിമൽ ഗൈബി വശഹാദ അല്ലെ, അങ്ങനെ പറഞ്ഞു പോയിട്ട് ഇത് നിരവധി ഇസ്ലാമിന് യോജിക്കാത്ത, അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരുപാട് വിഭിന്നങ്ങളായ വിഷയങ്ങൾ ഈ ലോകത്തുണ്ട്. വഖ്തുലിഫ ഫീഹി മിനൽ ഹഖ്, ഹക്കിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് സംഘടനകൾ ഇവിടെ ഉണ്ട്. പഠിച്ചവനെ, അതിൽ നിന്നൊക്കെ നീ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ എന്നെ റെഡിയാക്കി നിർത്തണേ അള്ളാഹ് എന്നാണ്. ഇതിപ്പോ അതിന്റെ പറഞ്ഞത് പൊരുൾ അതാണ്. ഇഹ്ദിനി ലിമ ഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തുൽ മുസ്തഖീം. ഈ പിഴച്ചതായ വാദഗതികൾ, ദുഷിച്ചതായ വാദഗതികൾ, അതിൽ നിന്നെല്ലാം എന്റെ കൽബിനെ ശുദ്ധീകരിച്ചുകൊണ്ട് മുസ്തഖീമായ മാർഗത്തിൽ എന്നെ നിർത്തണേ അല്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹു റസൂല് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഇത് പറഞ്ഞിട്ട് അള്ളാഹു റസൂല് സൂറത്തുൽ ഫാത്തിഹ ഓതും. 13 റക്അത്ത് നിസ്കരിച്ചിരുന്നു, 11 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്നൊക്കെ കാണാം. നമ്മൾക്ക് കിട്ടുന്ന സൂറത്തുകൾ ഓതിയാൽ മതി. അള്ളാഹു റസൂൽ ഓതിയുന്ന സൂറത്തുൽ ബഖറ, അതുപോലെ തന്നെ ആലി ഇംറാൻ, ഇതുപോലത്തെ സൂറത്തുകൾ, വലിയ വലിയ സൂറത്തുകളൊക്കെ ആയിരുന്നു. ഇന്ന് രാവിലെ ആ പ്രഭാതത്തിനോട് അടുക്കുന്നത് വരെ അള്ളാഹു റസൂല് എഴുന്നേറ്റ് നിസ്കരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഒരു അമല് നാം പതിവാക്കുകയാണെങ്കിൽ രാത്രിയുടെ 3/2 ഭാഗം കഴിഞ്ഞ് കിടന്നാൽ നമ്മളും എണീക്കുക. എണീറ്റിട്ട് വുളു എടുത്ത്, മനോഹരമായി വുളു എടുത്ത് നമ്മൾ 2 റക്അത്ത് 7 റക്അത്തായി നിസ്കരിക്കുക. നമ്മുടെ കാര്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ പറയുക. അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദുആ ചെയ്യാം. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ അൽ മുതകബ്ബിർ അൽ ഖാലിഖ് അൽ ബാരി അൽ മുസവ്വിർ അൽ ഗഫാർ അൽ വഖാർ. എല്ലാവർക്കും അറിയാം അസ്മാഉൽ ഹുസ്ന ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാൻ ബദിഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യ് യാ ഖയ്യൂം. ഇത് ഇസ്മുൽ ആദമിൽപ്പെട്ടതാണ്. ഇതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ വെക്കുക. തീർച്ചയായും നമുക്ക് ഇഹപാര വിജയം ഉറപ്പാണ്. അതുപോലെ ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂല് വുളു എടുത്തു കഴിഞ്ഞ് തഹജ്ജുദിന് ഒരുങ്ങുമ്പോൾ اللهم لك الحمد وانت نور السماوات والارض وما فيهن ولك الحمد وانت قيم السماوات والارض وما فيهن انت الحق ووعدك الحق وقولك الحق ولقاؤك الحق والجنة حق والنار حق والنبيون حق اللهم لك اسلمت وبك امنت وعليك توكلت واليك انبت وبك خاصمت واليك حاكمت فاغفر لي ما قدمت وما اخرت وما اسررت وما اعلنت انت الهي لا اله الا انت ولا اله غيرك എന്നും ഹദീസിൽ കാണാം. അപ്പോ ഇതെല്ലാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ ഇതിനെ സംബന്ധിച്ച് ആശ്രിതരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ ഇത് കടമപ്പെട്ടതും നമുക്ക് മുഅക്കദായ സുന്നത്തുമാണ്. ഇത് പതിവാക്കി കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് എത്രയോ സമയം നമ്മൾ ഒരു 4 മണിക്ക്, ഇപ്പം 4:30 ബാങ്ക് വരുന്ന സമയമുണ്ട്. അതിലിപ്പോൾ നമ്മൾ ബാങ്കിന്റെ ടൈം എത്ര ചോദിച്ചാൽ 5, 6, 5, 8 അല്ല. ഈ സമയത്ത് നമ്മൾ 4 മണിക്ക് നമ്മൾ എണീറ്റാൽ തന്നെ സുഖമായി നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ദിക്റ് ചെല്ലാം, അള്ളാഹുവിന് ഒരുപാട് ദിക്റുകൾ ചെല്ലാം, അള്ളാഹുവിന്റെ മുമ്പ് ദുആ ചെയ്യാം. അല്ലാതെ നമ്മൾ എങ്ങോട്ട് ഓടിയിട്ടും കാര്യമില്ല. അവിടെ പോയാൽ സുഖാവും പെടും. എന്ത് ജനങ്ങളൊക്കെ നെട്ടോട്ടും മൂടി പല ആത്മീയ തട്ടിപ്പുകാരുടെ അടുക്കലും പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഇങ്ങനെ എവിടേക്കും ഓടണ്ട. ആ പാതിരായിൽ നിശയുടെ നിശബ്ദതയിൽ ഒരാളും ലോകമാന്യത്തിന് വേണ്ടിയല്ലാതെ സ്വന്തം തനിച്ചുകൊണ്ട് തന്റെ റബ്ബിന്റെ ദർബാറിലേക്ക് കൈയുയർത്തി ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും റബ്ബുൽ ഇസ്സത്ത് ഉത്തരം തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വാലിഹ്യങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തരട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത് വരാനിരിക്കുന്നതിലും ഇതുപോലത്തെ നല്ല നല്ല
കാര്യങ്ങൾ ഞാൻ പറയും. ഞാനിത് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ എനിക്ക് റീച്ച് വ്യൂസ് കൂടാൻ വേണ്ടിയോ ഒന്നുമല്ല, മറിച്ച് ഇത് നമ്മൾക്കറിയുന്നത് മറ്റൊരാൾക്ക് ആളുകൾക്ക് പങ്കുവെക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് ഇതിൻ്റെ ഉള്ളടക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളെ വിട്ടുകൊടുത്ത് മാപ്പാക്കി തന്ന റഹ്മാനെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് നീ കൊടുത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് രോഗികളും രോഗിണികളും ഉണ്ട്. ഞങ്ങളുടെയും അവരുടെയും എല്ലാ രോഗം നിശ്ചിത നൽകുന്ന റഹ്മാനെ, കടം കൊണ്ട് ബുദ്ധിമുട്ടായ നിരവധി ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ഹസബ് നസുബ് അറിയുന്ന നാഥ, അവരുടെ ഞങ്ങളുടെയും കടങ്ങളൊക്കെ വീട്ട് റാഹത്തിനും സന്തോഷത്തിനുമാക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയവരുണ്ട്. അവർക്കൊക്കെ നീ മഹപ്പെടുത്തും റഹ്മത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾ മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.